നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ അതിപ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. കാലചക്രം തിരിയുമ്പോൾ വിധിയും ഗ്രഹങ്ങളുടെ ഗതിയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ശുഭാശുഭ ഫലപ്രദ ഗ്രഹാഹ കർമാനുസാരിണഃ. ഗ്രഹങ്ങൾ ആകട്ടെ നൽകുന്ന ഫലങ്ങളൊക്കെ നമ്മളുടെ കർമ്മങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാരെ, ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ ഗതി അനുസരിച്ച് വരുന്ന 3 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 2026 മുതൽ 2028 വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് മുന്നിൽ ഈ വർഷങ്ങൾ തുറക്കുന്നത് ഭാഗ്യത്തിന്റെ വാതിലുകളോ അതോ ശനിയുടെ പരീക്ഷണങ്ങളോ? ഇതൊരു സാധാരണ പ്രവചന രീതിയല്ല. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ശനി, ഗുരു, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളുടെ രഹസ്യ പൂർണ്ണ വിവരണം നമുക്ക് ഈ 3 വർഷത്തെ ജാതകം പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഇടവൻ രാശിക്കാരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി പറയാം. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ചിഹ്നം കാളയാണ്. സ്ഥിരതയും ശക്തിയുമാണ് ഇവരുടെ പ്രതീകം. ക്ഷമയും സ്ഥിരതയും ഇവരുടെ പ്രതീകങ്ങളാണ്. ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉള്ളവരാണ് ഇടവക്കൂറുകാർ. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കഠിനാധ്വാനവും സമ്പാദ്യശേഷിയും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ സമാധാന പ്രിയതയും ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ ദോഷങ്ങളെയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വാശി ഇവർക്ക് അധികമായിട്ടുണ്ടാകാം. മാറ്റങ്ങൾ സ്വീകരിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാം. കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കാനുള്ള മടി, അതും ഇവരുടെ ദോഷവശമാണ്. കൂടാതെ അമിതമായിട്ടുള്ള ദേഷ്യം, വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മ, ഇവയൊക്കെ ഇവരുടെ വിപരീത സ്വഭാവങ്ങളാണ്. ധൈര്യം സർവത്ര സാധനം. ക്ഷമയും സ്ഥിരതയും ധൈര്യവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2026, 2027, 2028 കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് 2026 കുറിച്ച് പരിശോധിക്കാം. ഇത് ഭാഗ്യത്തിന്റെ സുവർണ കാലഘട്ടമാണ്. ശനി 11ാം ഭാവത്തിലാണ്, വ്യാഴം 2ാം ഭാവത്തിലാണ്. സാമ്പത്തികമായി നല്ല വളർച്ച ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. വീട് വാങ്ങാനും വയ്ക്കുവാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. നിക്ഷേപങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള സമയമാണ്. ശനി കർമ്മഫലദാത. കഠിനാധ്വാനത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം നൽകുന്ന ഗ്രഹമാണ് ശനി. പക്ഷേ ആലോചനകൾ ഉണ്ടായേക്കാം, നടപ്പിലാക്കുന്നതിൽ മടി വരാം. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർ ചിന്തിച്ചാൽ ഉടൻ തന്നെ ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. ഇടവക്കൂറുകാർക്ക് രാഹു 10ലായിരുന്നു. ഡിസംബർ മാസത്തിൽ രാഹു 10ൽ നിന്ന് 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. ഭാഗ്യത്തിന് അല്പം കാലതാമസം ഇക്കാരണത്താൽ വന്നേക്കാം. കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായി വരും. സഹോദരങ്ങളുമായി തർക്കമുണ്ടാകാം. കാല സർവം പരീക്ഷതേ. സമയം എല്ലാവരെയും പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഓഹരി മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. ചൂതാട്ടങ്ങൾ ഒഴിവാക്കുക. മറ്റ് മേഖലകളിലും അനാവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഇനി 2027ലെ ഫലങ്ങളൊന്ന് നോക്കാം. ഇത് പരിശ്രമത്തിന്റെ വർഷമാണ് ഇടവക്കൂറുകാർക്ക്. വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറുന്നു. യാത്രകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ കൂടുതൽ അധ്വാനം വേണ്ടി വരാം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായി ഉണ്ടാകും. ഉദ്യോഗിനും പുരുഷ സിംഹം ഉപേതി ലക്ഷ്മി. പ്രയത്നിക്കുന്ന വ്യക്തികളെയാണ് ലക്ഷ്മി ദേവി കടാക്ഷിക്കുക. ഇനി 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടം ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ഇതൊരു ശരാശരി സമയമാണ്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകളും ഉണ്ടാകാം. മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. 2028 ഫെബ്രുവരി മുതൽ ഇടവക്കൂറുകാർക്ക് 7ര ശനി ആരംഭിക്കുകയാണ്. ഇത് ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമായി മാറിയേക്കാം. ന്യായാധീശോ ശനിദേവഃ. ശനി നീതിയുടെ ദേവനാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ ആ സമയത്ത് ഉറപ്പായിട്ടും കിട്ടും. നല്ലത് ചെയ്താൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. തെറ്റ് ചെയ്താൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. 2028 ജൂലൈക്ക് ശേഷം ഒരു തിരിച്ചുവരവിനുള്ള സമയമായിട്ട് കണക്കാക്കാം. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കാം. സാമ്പത്തിക കാര്യത്തിൽ പുരോഗതി ഉണ്ടാകാം. ആത്മവിശ്വാസം പൊതുവെ ഉയരുന്നതാണ്. ഇനി ഇടവക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി പരിശോധിക്കാം. ശനിദേവനെ സ്മരിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, എള്ള് പായസം എന്നിവയൊക്കെ നടത്തുക. കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക. ഗുരുവായൂരപ്പനെയും ദക്ഷിണാമൂർത്തിയെയും ഒക്കെ ധ്യാനിക്കുക. ദാനം തപശ്ച യജ്ഞശ്ച പാവമാനി മനീഷിണാം. ദാനം, ജപം, പൂജ
ഇവയൊക്കെ ജീവിതത്തെ ശുദ്ധമാക്കുന്നതാണ്. ഇടക്കൂറുകാർ ജീവിത വിജയത്തിന് അറിഞ്ഞിരിക്കേണ്ട ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടി പറയാം. മാറ്റങ്ങളെല്ലാം സ്വീകരിക്കുക, ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക, അനാവശ്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക, നിക്ഷേപങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക, വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക. നാം ഇപ്പോൾ പറഞ്ഞത് ഗോചരപ്രകാരം അഥവാ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അഥവാ രാശിയെ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണ ഫലങ്ങൾ അറിയണമെങ്കിൽ ലഗ്നാലും ഇത്തരത്തിൽ ഗോചര ഫലങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജാതകാലുള്ള ഫലങ്ങളും ഇപ്പോഴുള്ള ദശാകാലങ്ങളുമാണ് ഫലത്തിലേക്ക് വരിക. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വീഡിയോയെ മനസ്സിലാക്കാൻ. ഗ്രഹങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് നിങ്ങളുടെ കർമ്മം തന്നെയാണ്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നിന്റെ അധികാരം കർമ്മം ചെയ്യുക മാത്രമാണ്, ഫലത്തിലല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാരെ, നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചാൽ 2026 മുതൽ 28 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാലം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.